ഏവർക്കും ആൻറ്റിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു നോർത്ത് ഇന്ത്യൻ സ്പെഷ്യാലിറ്റി ഡിഷായ ആലു പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. ഇത് വളരെ ടേസ്റ്റിയും അതേപോലെ വളരെ സോഫ്റ്റുമായ ഒരു ഡിഷാണ്. ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സിലെല്ലാം എടുത്തിട്ട് പോയാലും വളരെ സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്ന ഒരു പൊറോട്ടയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ ആലു പൊറോട്ടയുടെ ഇൻഗ്രീഡിയൻസ് ഞാൻ വീഡിയോയുടെ ചുവടെ ഇടുന്നുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ഉരുളക്കിഴങ്ങ്, അതൊരു ഇടത്തരം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഉരുളക്കിഴങ്ങ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനിതൊരു കുക്കറിലിട്ട് ആവി കയറ്റി വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ആലു പൊറോട്ടയ്ക്കുള്ള ഉരുളക്കിഴങ്ങ് നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ആവി കയറ്റി എടുക്കുന്നത്. അപ്പോൾ ഇനി കുക്കറിലേക്ക് ഞാൻ ഈ ഉരുളക്കിഴങ്ങ് നിരത്തിയതിന് ശേഷം അതിലേക്ക് ഞാനൊരു 1.5 കപ്പ് വെള്ളം ചേർത്തു. എന്നിട്ട് ഇതിനെ ഞാൻ സ്റ്റീം ചെയ്യാവുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ കറിയൊക്കെ വയ്ക്കുമ്പോൾ ഇതിൽ സ്റ്റീം വെയിറ്റ് കൂടെ ഇടും. ഞാനിവിടെ ഇതിൽ വെയിറ്റ് ഇടുന്നില്ല, തുറന്ന് വെച്ച് ഞാനിതിനെ ആവി കയറ്റുകയാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 20 to 25 മിനിറ്റ്സ് ഇതിനെ വേവിച്ചു. എന്നിട്ടിത് തുറന്നിട്ട് ഞാൻ ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഒരു കമ്പ് വെച്ചോ ഒന്ന് കുത്തി നോക്കുമ്പോൾ കറക്റ്റ് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഇല്ല എങ്കിൽ കുറച്ചുകൂടി നേരം ഒന്ന് ആവി കയറ്റിയാൽ മതി. അപ്പോൾ ഞാനിവിടെ 25 മിനിറ്റ് വെച്ചപ്പോൾ ഉരുളക്കിഴങ്ങെല്ലാം കറക്റ്റ് വെന്ത് കിട്ടി. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്തപ്പോൾ ഞാൻ അതിൻ്റെ തോലെല്ലാം ഇതേപോലെ അതിനൊന്ന് ഉരിച്ചെടുക്കുകയാണ്, തോല് കളഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഉരുളക്കിഴങ്ങെല്ലാം ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നു. ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് ഈ ഉരുളക്കിഴങ്ങിന് ഒരു സ്പൂണ് വെച്ച് ജസ്റ്റ് ഒന്ന് കഷ്ണങ്ങളാക്കി നുറുക്കിയിടുകയാണ്. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനതിനെ ഉടച്ച് ആലു പൊറോട്ടയ്ക്കുള്ള മസാല തയ്യാറാക്കാൻ, അതായത് ഉള്ളിലുള്ള ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അങ്ങ് ഭയങ്കരമായിട്ട് ഉടഞ്ഞു പോകും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു സ്പൂൺ വെച്ച് ഇതേപോലെ കഷ്ണങ്ങളാക്കി ഇടുന്നത്. എന്നിട്ട് അതേ സ്പൂൺ വെച്ച് തന്നെ ഞാൻ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് ആ കംപ്ലീറ്റ് ഉരുളക്കിഴങ്ങിനെ ഒന്ന് ഉടച്ചെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആലു പൊറോട്ട തയ്യാറായി വന്നു കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പീസസ് തന്നെ നമുക്കൊന്ന് കടിക്കാൻ കിട്ടും. അതേസമയം അരഞ്ഞു പോയാൽ ഭയങ്കരമായിട്ട് അങ്ങ് മാഷിയായി പോകും. അപ്പോൾ ഇവിടെ ഇതേപോലെ ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ഉടച്ച് തയ്യാറാക്കി. ഇനി ഇതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ചേർക്കുകയാണ്. ഞാനിവിടെ കുറച്ച് ഉള്ളി, ഒരു സവാള, ഒരു വലിയ സവാള അരിഞ്ഞത് ഞാൻ ഏകദേശം ഒരു 3/4 ഞാൻ ചേർക്കുകയാണ്. ഇത് ഫൈൻലി ചോപ്ഡ് ഉള്ളിയാണ്. ഞാനിത് ഉള്ളി വേവിക്കാതെ പച്ചയ്ക്കാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ആലു പൊറോട്ട തയ്യാറായി വരുമ്പോൾ ഉള്ളിയെല്ലാം നല്ല വഴണ്ട് കിട്ടും. ഇനി ഇതിലേക്ക് ക്യാരറ്റാണ് ചേർക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. വളരെ ചെറിയ പീസാക്കി നുറുക്കിയ ക്യാരറ്റ്സ് ഞാൻ ചേർക്കുകയാണ്. അപ്പോൾ ഇത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചേർക്കുന്നത്. ഭംഗിയുമാണ്, പിന്നെ ക്യാരറ്റല്ലേ ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിളും ആണല്ലോ. ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് 1 ഇഞ്ച് നീളത്തിനുള്ള ഇഞ്ചി, 2 പച്ചമുളക്, പിന്നെ 1 കമ്പ് കറിവേപ്പില, കുറച്ച് മല്ലിച്ചപ്പ്. ഇതെല്ലാം തന്നെ വളരെ ചെറിയ പീസാക്കി നുറുക്കിയതാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഈ ആലു പൊറോട്ടയിൽ കറിവേപ്പില ചേർക്കാറില്ല. പക്ഷേ നമ്മൾ മലയാളികൾക്ക് എപ്പോഴും വളരെ ടേസ്റ്റി ആയിട്ട് എന്ത് ഡിഷ് ഉണ്ടാക്കണമെന്ന് നമ്മൾ ടേസ്റ്റ് കൂടാനായിട്ട് ചേർക്കുന്ന ഒരു സാധനമാണ് കറിവേപ്പില. ഇനി ഞാൻ ഇതിൽ ചേർക്കുന്നത് കുറച്ച് മേത്തി ലീഫാണ്, അതായത് നമ്മുടെ ഉലുവ ഇല ഉണക്കിയത്. അപ്പം അതിന് ഇതേപോലെ ഞാൻ 2 നുള്ളാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു നുള്ളെടുത്ത് ഞാനൊന്ന് ഇതേപോലെ കയ്യിലിട്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അത് ഇതേപോലെ ഒന്ന് കയ്യിലിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻ ഡിഷസിലെല്ലാം തന്നെ മേത്തി ലീഫ് ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ഫ്ലേവറാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചേർക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ജീരകം, നല്ല ജീരകം ഞാൻ മുഴുവനായിട്ട് ചേർക്കുകയാണ്. അതൊരു 1 ടീസ്പൂൺ ചേർത്തു. ഇനി വേണമെങ്കിൽ നമുക്കിതിൽ കുറച്ച് ഗരം മസാല ചേർക്കാം. പക്ഷേ ഞാൻ ആ ഇഞ്ചിയുടെയും ജീരകത്തിൻ്റെയും ഫ്ലേവർ ഉള്ളതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ ആയിട്ട് ഗരം മസാല ചേർക്കാത്തത്. ഇനി ഇതെല്ലാം കൂടി ഞാനൊന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുകയാണ്. ഇനി എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി ആഡ് ചെയ്ത് ഇതിൻ്റെ എരിവ് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഞാനിവിടെ പച്ചമുളക് ഇട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വെള്ള കളറിലായിരിക്കും എൻ്റെ സ്റ്റഫിങ് ഇരിക്കുന്നത്. ഇനി ഇതിന് ഞാനൊന്ന് സ്പൂൺ വെച്ച് ഇളക്കുകയാണ്, അല്ലെങ്കിൽ ഞാനൊന്ന് കൈ വെച്ചിട്ട്. അപ്പോൾ സ്പൂൺ വെച്ചാകുമ്പോൾ എല്ലായിടത്തും ഈക്വലായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് കൈ വെച്ചിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. സ്ക്വീസ് ചെയ്യരുത്, അതായത് ഇങ്ങനെ ഞവിടാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി എല്ലായിടത്തും ഒന്ന് യോജിപ്പിച്ചാൽ മാത്രം മതി. അപ്പോഴേ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാനതിനെ ഭയങ്കരമായിട്ട് സ്ക്വീസ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് മാത്രമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഉരുളക്കിഴങ്ങ് ഫില്ലിങ്, അതായത് ആലു പൊറോട്ടയുടെ ഫില്ലിങ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് കാണാം, ഇത് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മുടെ ഫില്ലിങ് തയ്യാറായി. ഇനി നമുക്കിതിൻ്റെ ചപ്പാത്തിയുടെ മാവ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി ചപ്പാത്തിയുടെ വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സെയിം ടൈപ്പിൽ തന്നെയാണ് ഞാനിവിടെ ഈ മാവ് തയ്യാറാക്കിയിരിക്കുന്നത്.
എന്നിട്ട് അപ്പോൾ മാവ് നമുക്ക് കാണാം വളരെ സോഫ്റ്റായ മാവാണ്. എന്നിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് ചെറിയ റോൾസാണ് എടുക്കുന്നത്. ഞാനത് കുറച്ചുകൂടി വലിയ റോൾസ്, അതായത് എൻ്റെ കയ്യിൽ ഒരു ഫുൾ കൈയായിട്ട് കിട്ടുന്ന രീതിയിൽ ആണ് ഞാൻ മാവ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആലു പൊറോട്ട ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിയ ഉരുളകളാണ് എപ്പോഴും നല്ലത്. അപ്പോഴാണ് നമുക്ക് എല്ലായിടത്തും ആ ഫില്ലിങ് ചെയ്തിട്ട്, അതായത് ഫില്ലിങ് നിറച്ചതിന് ശേഷവും നമുക്ക് അതിൽ ഫുൾ അടച്ചൊരു മാവ് കറക്റ്റിന് കിട്ടുക. അതുകൊണ്ടാണ് ഞാൻ വലിയ ബോൾസാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു 8 ബോൾസ് ഇവിടെ തയ്യാറാക്കി വെച്ചു. ഇനി ഞാൻ ഈ മാവിൽ, അതായത് ഒരു ഉരുള എടുത്തിട്ട് ആദ്യം ഒന്ന് കൈയൊന്ന് ഞാൻ പച്ച മാവിൽ, അതായത് അതും ഗോതമ്പ് മാവ് തന്നെയാണ്, അതിലൊന്ന് തൊട്ടിട്ട് ഞാൻ ഇതേപോലെ മാവിനെ ഒന്ന് പ്രസ് ചെയ്ത് എല്ലാ ഭാഗവും ഒന്ന് പ്രസ് ചെയ്ത് ഒരു ചെറിയൊരു കുഴി പോലെ ആക്കുകയാണ്. അപ്പോൾ കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം മാവൊന്ന് തേച്ചത് കയ്യിൽ. എന്നിട്ട് ഈ കുഴിയിലേക്ക് ഞാൻ നമ്മളുടെ ഉരുളക്കിഴങ്ങിൻ്റെ മിശ്രിതം ചേർക്കുകയാണ്. ഞാൻ ഏകദേശം 1.25 ടേബിൾ സ്പൂണോളം ഉരുളക്കിഴങ്ങിൻ്റെ മിശ്രിതം ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫില്ല് ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ ഫില്ല് ചെയ്യുകയാണ്. എന്നിട്ട് ഇനി ഈ മാവ് സൈഡിൽ നിന്ന്, അപ്പോൾ സൈഡിൽ നമുക്ക് കുറച്ച് തിക്കായിട്ടുണ്ടല്ലോ മാവ്, അതിനെ ഞാൻ ഈ ഉരുളക്കിഴങ്ങ് മുഴുവൻ കവർ ചെയ്ത് കിട്ടുന്ന രീതിയിൽ, നിങ്ങൾക്ക് ഇവിടെ കാണാം എല്ലാ ഭാഗത്തുനിന്നും ഞാൻ അതിനെ ഉരുളക്കിഴങ്ങിനെ കവർ ചെയ്ത് മാവ് കൊണ്ട് കവർ ചെയ്യണം. അപ്പോൾ ഗോതമ്പ് മാവല്ലേ, അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ അതങ്ങ് ഒട്ടി നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ഇങ്ങനെ എല്ലാ സൈഡിൽ നിന്നും ഫില്ല് ചെയ്തു. എന്നിട്ട് എവിടെയെങ്കിലും ജോയിൻറ്റ് കാണുന്നുവെങ്കിൽ അവിടെയെല്ലാം ഞാനതിൽ ഒന്നും കൂടി ഒന്ന് ഒട്ടിച്ചിട്ട് വീണ്ടും അതിനൊന്ന് റൗണ്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആലു പൊറോട്ടയ്ക്ക് വേണ്ടിയുള്ള മാവ്, അതായത് ഫില്ല് ചെയ്ത് സ്റ്റഫിങ് ചെയ്ത മാവ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിത് പരത്തി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഉണ്ടാക്കിയെടുത്ത ഉരുളയെ ഞാനൊന്ന് ഗോതമ്പ് മാവിൽ ചുറ്റിയെടുത്തിട്ട്, അതായത് എല്ലാ ഭാഗത്തും മാവ് ആവുന്ന രീതിയിലെടുത്തിട്ട് റോൾ ചെയ്യാനുള്ള പാത്രത്തിൽ വെച്ചിട്ട് ഞാനിനി ഇത് റോൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യം നടുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് കുറച്ചുകൂടി ഒന്നും കൂടി ഒന്ന് മാവ് എല്ലാ ഭാഗത്തും ഒന്ന് വന്നു എന്ന് ഷുവർ ആയതിന് ശേഷം പിന്നെ ഞാൻ വീണ്ടും അതിനൊന്ന് നടുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇനി ഞാൻ നടുവിൽ പ്രഷർ കൊടുക്കില്ല, സൈഡിലാണ്, അതായത് സൈഡിൽ എവിടെയൊക്കെ നമുക്ക് ആ കട്ടി കൂടുതലുണ്ടോ, അതായത് സൈഡിൽ കട്ടി വന്നുകൊണ്ടേയിരിക്കും, കുറച്ച് കട്ടിയുള്ള ഭാഗങ്ങളുള്ളതെല്ലാം ഞാൻ അതിനൊന്ന് പ്രസ് ചെയ്ത് എല്ലാ ഭാഗവും ഈവൺ ആക്കുകയാണ്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഉരുളക്കിഴങ്ങോ അല്ലെങ്കിൽ ഇട്ടിരിക്കുന്ന പച്ചക്കറി വെളിയിൽ വരുന്നു എന്ന് തോന്നിയാൽ അവിടെ കുറച്ച് ഈ മാവ് വീണ്ടും ഒന്ന് വെതറി കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് ഒട്ടാതെ നമുക്ക് എല്ലാ ഭാഗവും ഒരേ കനത്തിൽ നമുക്കിതിനെ ഇങ്ങനെ പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇടയ്ക്കിടയ്ക്ക് ഉരുളക്കിഴങ്ങ് കാണുന്നുണ്ട്, ക്യാരറ്റ് കാണുന്നുണ്ട്, പിന്നെ നമ്മുടെ ഇലകൾ, അതായത് കറിവേപ്പില, മല്ലിച്ചെപ്പ്, ഇഞ്ചി, ഇതിൻ്റെ എല്ലാം കഷ്ണങ്ങളും നമുക്കിതിൽ കാണാം. അപ്പോൾ ഇതേപോലെ ഈ തിക്നെസ്സിലാണ് ഞാൻ പരത്തിയെടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ആലു പൊറോട്ട തയ്യാറാക്കാൻ പോവുകയാണ്. പാൻ വെച്ച് ചൂടായതിന് ശേഷം നല്ല ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ ആലു പൊറോട്ടയുടെ മാവ് ഇട്ടു. ഇനി ഇത് ഇപ്പോൾ സൈഡിൽ നിന്ന് കുറച്ചൊന്ന് കളർ മാറി വരുമ്പോഴത്തേക്ക് ഞാനിതിനെ തിരിച്ചിടുകയാണ്. ആലു പൊറോട്ട ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം എപ്പോഴും ഹൈ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്. ഫ്ലെയിം താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് കുക്ക് ചെയ്ത് കിട്ടില്ല. ഇനി ഒരു സൈഡ് മൊരിഞ്ഞതുകൊണ്ട് ഞാനിവിടെ തിരിച്ചിട്ടു. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ചേർക്കുകയാണ്. അപ്പോൾ ഒരു 7-8 തുള്ളി നെയ്യ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറ്റിക്കുക. എന്നിട്ട് ഞാൻ ആ ചട്ടുകം വെച്ച് തന്നെ എല്ലാ ഭാഗത്തോട്ടും ഒന്ന് പരത്തിയെത്തിക്കാം. അപ്പോൾ ഈ നെയ്യ് നമ്മൾ ആലു പൊറോട്ടയിൽ ചേർക്കുമ്പോൾ ഒന്ന് നമ്മൾ തിരിച്ചിട്ടിപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ടാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ അങ്ങ് കരിഞ്ഞു പോവില്ല നമ്മുടെ ചപ്പാത്തി, അതായത് ആലു പൊറോട്ട കരിഞ്ഞു പോവില്ല. 2 വളരെ സോഫ്റ്റായിട്ടും കിട്ടും, നല്ല ഫ്ലേവറും കിട്ടും. അപ്പോൾ വീണ്ടും ഞാൻ മറുവശം തിരിച്ചിട്ടു. അപ്പോൾ ഇവിടെയും ഞാനൊരു 7-8 തുള്ളി നെയ്യൊന്ന് ഇറ്റിച്ചു കൊടുത്തു. എന്നിട്ട് ഇതിനെ ചട്ടുകം വെച്ച് എല്ലാ ഭാഗത്തോട്ടും ഒന്ന് പരത്തിയെടുക്കുകയാണ്. എന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഇടയ്ക്കൊന്ന് ഉരുളക്കിഴങ്ങൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ഇനി ഞാൻ വീണ്ടും ഇതിനെ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ ഭാഗവും നല്ല മൊരിഞ്ഞ് വരണം, അതുവരേക്കും നമുക്കിതിനൊന്ന് തിരിച്ച് മറിച്ചു ഇട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ കാണാൻ നമ്മൾ ഈ ഹൈ ഫ്ലെയിമിലിട്ടാലും നെയ്യ് ഉള്ളതുകൊണ്ട് വളരെ കരിഞ്ഞു പോകില്ല. ഇതേപോലെ നമുക്കൊന്ന് മൊരിഞ്ഞ് കിട്ടും, നല്ലൊരു ഒരു ക്രഞ്ചി ആയിട്ട്, ഭയങ്കര ക്രഞ്ചി അല്ല, എന്നാലും ചപ്പാത്തിയിൽ വെച്ച് നമുക്കൊരു നല്ലൊരു കുറച്ചൊന്ന് മൊരിഞ്ഞ രീതിയിൽ നമുക്ക് ഈ ആലു പൊറോട്ട കിട്ടും. ഇനി നമുക്ക് ഇതേപോലെ ഞാനിപ്പോൾ 2 വശവും ഞാനിതിനെ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് എടുക്കുകയാണ്. ഇനി ഞാനിതിനെ സെർവിങ് ഡിഷിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ ഇവിടെ ആലു പൊറോട്ട തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് കാണാം, ഇതൊന്ന് മുറിച്ച് നോക്കാം നമുക്ക് എങ്ങനെയാണ് ആ ലെയർ വന്നിരിക്കുന്നതെന്ന്. ഇത് നിങ്ങൾക്ക് കാണാം എല്ലാ ഭാഗത്തും ഉരുളക്കിഴങ്ങ് വന്നിട്ടുണ്ട്, അതേസമയം മാവ് എല്ലാ ഭാഗവും കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. ഞാനിവിടെ തൈരും അച്ചാർ, അതായത് ലെമൺ പിക്കിളും ചേർത്താണ് ഞാനത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ തൈരിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ഈ ആലു പൊറോട്ട തൈരും അച്ചാറും കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റിയായ ഒരു ഡിഷാണ്.
ഈ ഡിഷ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.